ഹോർമുസിലേക്ക് എത്തുന്ന കപ്പലുകൾ ഇന്നു മുതൽ തടയുമെന്ന് US സെൻട്രൽ കമാൻഡ്. ഇറാന് ടോൾ നൽകുന്ന കപ്പലുകൾ തടയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ തീരുമാനം. യുദ്ധമുഖത്ത് പരാജയപ്പെട്ട പ്രസിഡന്റ് ഭാഷയാണ് ട്രംപിൻ്റേതെന്നാണ് ഇറാന്റെ പാർലമെന്ററി നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ തലവൻ ഇബ്രാഹിം അസീസി പറഞ്ഞത്. ഉപരോധ തീരുമാനത്തെ പരിഹസിക്കുകയാണെന്ന് ഇറാൻ നാവികസേനാ മേധാവിയും പറയുന്നു. ഹോർമുസിൽ പുതിയ പടയൊരുക്കത്തിനിടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ബാരലിന് $100 പിന്നിട്ടു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാകുമെന്നാണ് ലോകരാജ്യങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചത്. ഇസ്ലാമാബാദിലെ മധ്യസ്ഥ ചർച്ചകൾക്ക് അത്തരമൊരു പുരോഗതി എന്തായാലും ഉണ്ടായില്ല. അത് അവസാനിക്കുകട്ട് കഴിഞ്ഞു. ഇതോടുകൂടി ഹോർമുസിനെ മുൻനിർത്തി ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ, അമേരിക്കയുടെ തിരിച്ചടി പ്രതിരോധ നീക്കങ്ങൾ, രാജ്യത്ത് അസാധാരണ പ്രതിസന്ധി പൊതുവിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ രൂപപ്പെടുകയല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഇതുവരെയുള്ള നമുക്കറിയാം സമാധാന ചർച്ചകൾ ഒരുപക്ഷെ 21 മണിക്കൂറോളം നീളുന്ന സമാധാന ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ പ്രാധാന്യം ലോകം കൽപ്പിച്ചിരുന്നു. കാരണം ഇത്രയധികം സമയം ശത്രു രാജ്യങ്ങളായി കരുതുന്ന ഇറാനും അമേരിക്കയും ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും നേരിട്ടും ചർച്ചകൾ നടത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനുശേഷവും ഒരു തരത്തിലും സമാധാനമുണ്ടാകാത്ത ഒരു പശ്ചാത്തലം ഒരുങ്ങുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ അതിനുശേഷം ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട ചില ഭീഷണികൾ മുന്നോട്ട് വെക്കുന്നത്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഹോർമുസിലൂടെയുള്ള കപ്പലുകൾ, അതായത് ഇറാനിലേക്കും ഇറാനിൽ നിന്ന് തിരിച്ചും ഉള്ള കപ്പലുകൾ പൂർണ്ണമായും തടയും. ഇന്ന് ഇന്ത്യൻ സമയം 8:30 മണി മുതൽ അത് പ്രാബല്യത്തിൽ വന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഏതു രാജ്യത്തിന്റെ കപ്പലായാലും തടയും എന്നാണ് ട്രംപ് പറയുന്നത്. പ്രധാനമായും ട്രംപ് ലക്ഷ്യം വെക്കുന്നത്, നമുക്ക് നേരത്തെ അറിയാം, ഹോർമുസിൽ നിന്ന് ചുങ്കം പിരിക്കാനുള്ള ഇറാന്റെ നീക്കം വളരെ പ്രധാനമായിരുന്നു. ഇത്തരത്തിൽ ചുങ്കം പിരിച്ചുകൊണ്ട് ഇറാന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. കപ്പലുകൾ കടത്തിവിടാൻ ലോകരാജ്യങ്ങളൊക്കെ ചുങ്കം നൽകാനും തയ്യാറായിരുന്നു. പക്ഷേ അത് തടയുക എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. മറ്റൊന്ന്, നമുക്കറിയാം, ചൈനയും റഷ്യയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് ഉപരോധം നിലനിൽക്കുമ്പോഴും വലിയ തോതിൽ എണ്ണ വാങ്ങിക്കൂട്ടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ എണ്ണ വാങ്ങിക്കൂട്ടുന്നത് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇത്തരത്തിൽ ട്രംപിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. അതനുസരിച്ച് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം, ഇപ്പോൾ ട്രംപിന്റെ 3 പടക്കപ്പലുകൾ അമേരിക്കയുടെ ഹോർമുസിന്റെ പരിസരത്തുണ്ട്. അവ ഉപയോഗിച്ച് അവിടേക്ക് വരുന്ന കപ്പലുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഇതിന് വളരെ വ്യക്തമായ മറുപടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതും ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. അതായത് ഈ കടലുകൾക്കുള്ളിൽ, ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ ഇറാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് മരണച്ചുഴിയിൽ അകപ്പെടുത്തും എന്നാണ്. ശത്രുക്കളെ കടലിടുക്കിലെ മരണച്ചുഴിയിൽ അകപ്പെടുത്തും എന്നുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാവുകയാണ് സജിത്ത്. കാരണം സമാധാനം ഏറെ അകലെയാണ് എന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ. ഇപ്പോൾ പുതിയ നിയന്ത്രണം കൊണ്ടുവരുന്നതോടെ, പക്ഷേ എത്രത്തോളം പ്രായോഗികമാകുമെന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ലോകരാജ്യങ്ങൾക്കടക്കം അക്കാര്യത്തിലൊക്കെ സംശയമുണ്ട്. കാരണം നമുക്കറിയാം, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കീഴിലാണ് ഹോർമുസിന് നിയന്ത്രണം പൂർണ്ണമായി ഉള്ളത്. ഇന്നലെ അമേരിക്കയുടെ ഒരു പടക്കപ്പലിനെ തിരിച്ചയക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇറാന്റെ സേനാ വിഭാഗം ഇടപെട്ട് സമാനമായി തന്നെ നിയന്ത്രണം ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലമുണ്ട്. അവിടെ അമേരിക്കൻ അധിനിവേശം എത്രത്തോളം വിജയകരമാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് സംഭവിച്ചാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുകയും യുദ്ധത്തിന്റെ ഗതി മാറുകയും ചെയ്യും. തൽക്കാലം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രസ്താവനയാണ് ഒരു സമാധാനത്തിലുള്ള ചെറിയ ശ്രമങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് 21-ാം തീയതി വരെ സമാധാന കരാർ നിലനിൽക്കുന്നുണ്ട്, അത്രയും നാൾ പരസ്പരം ആക്രമണം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ മറ്റു തലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായാലും നേരത്തെ സൈറ്റ് പറഞ്ഞതുപോലെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 100-ന് മുകളിലേക്ക് കടന്ന പശ്ചാത്തലം ഏറെ ഗൗരവതരമായ ഒന്നാണ്. ഒപ്പം സ്വർണ്ണത്തിന് വില ഇടിഞ്ഞിട്ടുണ്ട്. ആഗോള ഓഹരി വിപണികളിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ കപ്പലുകളെ പൂർണ്ണമായും തടയുകയും ആഗോളതലത്തിൽ നമുക്കറിയാം ഏതാണ്ട് 30-40% എണ്ണ വ്യാപാരം നടക്കുന്ന ഹോർമുസ് വഴിയാണ്. അത് സംഭവിക്കാതിരിക്കുകയും ചെയ്താൽ എണ്ണ വിലയിൽ വലിയ തോതിൽ വർധനവുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് സമാധാനം അകലെയാണ്. ചർച്ചകൾ ഇപ്പോൾ കാര്യമായി പുരോഗമിക്കുന്നില്ല. ഇരുപക്ഷവും ശക്തമായ ഭീഷണികൾ പരസ്പരം ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഏറെ നിർണായകമായി മാറുകയാണ് സൈത്ത്. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയിൽ സമാധാനമില്ല. ഒപ്പം ഈ പ്രതിസന്ധി ലോകരാജ്യങ്ങൾക്ക് മുന്നിലുണ്ടാക്കുന്നത് അസാധാരണമായ ഇന്ധന പ്രതിസന്ധിയും സാഹചര്യങ്ങളുമാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ് നമ്മുടെ പാചകവാതക ക്ഷാമം, അതിനുമൊരു പരിഹാരമുണ്ടാകുന്നു. പക്ഷേ പ്രതിസന്ധി ഇനിയും നമുക്ക് മുന്നിലേക്ക് വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ലോകക്രമവും സാഹചര്യങ്ങളും. അതുകൊണ്ട് വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്.